സ്നോഫോളും കാര്യമൊക്കെ കാണാം. നമ്മളെ നാട്ടിൽ റേറ്റ് ഉണ്ടാണാവോ എന്ന് ഞാൻ പറയൂല. കുറച്ച് പേര് ചോദിക്കാറുണ്ട്. എക്സൈറ്റഡ്. ഹേ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത്. ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടത് നാട്ടിലുള്ളപ്പോഴാണ്. അതിനുശേഷം ഞാൻ വീഡിയോസൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ മാഗ്നം പോവാണ്. മാഗ്നം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഹൈപ്പർ മാർക്കറ്റിന് പറയണതാണ് മാഗ്നം. സോ മാഗ്നം പോയി കുറച്ച് ഐറ്റംസ് വാങ്ങാനുണ്ട്. ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആക്കാമെന്ന്. പിന്നെ അവിടുത്തെ കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരാം. പിന്നെ മെയിനായിട്ട് ഇപ്പോൾ കുറേ നാളായിട്ട് വീഡിയോ ചെയ്യാത്ത ഒന്നാമത് ക്ലാസ്, പിന്നെ ഇവിടെ എത്തിയിട്ടൊക്കെ ഒന്ന് റെഡി ആവാനുണ്ടായത്. റെഡി ആയി വന്നപ്പോൾ എനിക്ക് മടി പിടിച്ച്. അപ്പോൾ അതൊക്കെ ആയിട്ടാണ് വീഡിയോ ചെയ്യാണ്ടിരുന്നത്. സോ ഇനി തൊട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യണം വിചാരിച്ചിട്ടുണ്ട്. കുറേ വീഡിയോ ഒക്കെ ഞാൻ എടുത്തു തുടങ്ങി, പക്ഷേ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ലൈക്ക് ഡേ ഇൻ മൈ ലൈഫ് പോലൊക്കെ ഞാൻ എടുത്തു, പക്ഷേ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് ഇന്ന് തൊട്ട് മീൻസ് ഈ വീഡിയോ തൊട്ട് നല്ലപോലെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. നടക്കുമോ നോക്കാം. സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ബസ്സിലാണ് പോണത്. 92 ബസ് നമ്പറിൽ കയറി കഴിഞ്ഞാൽ മാഗ്നത്തിൻ്റെ ഫ്രണ്ടിലെത്തും. നമുക്ക് ബസ്സിന് പോകാം. ആക്ച്വലി ഇന്ത്യയിൽ മൈക്ക് ഉണ്ട്, പക്ഷേ മൈക്ക് കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു സൗണ്ട് വരുന്നുണ്ട്. സംഭവം കേൾക്കുന്നുണ്ട്, പക്ഷെ വേറെ കീ പറഞ്ഞൊരു സൗണ്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് മൈക്ക് എടുക്കാത്തത്. അങ്ങനെ ബസ് വന്നു, ബസ്സിലൊക്കെ കയറി. സോ ഇവിടെ എങ്ങനെയാണ് ബസ്സിൽ ക്യാഷ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മളെ നാട്ടിലെ ഗൂഗിൾ പേ പോലെ ഇവിടെ ഉണ്ട് കാസ്പി. സോ നമ്മൾ കാസ്പി വഴി സ്കാൻ ചെയ്ത് ഈ QR കാണുന്നില്ലേ, QR വഴി സ്കാൻ ചെയ്തിട്ടാണ് ക്യാഷ് കൊടുക്കുക. സോ 70 ടെങ്കയാണ്. 70 ടെങ്ക പറയുമ്പോൾ 11 INR ആണ് വരുന്നത്. സോ ഇതാണ് മാഗ്നം. ഞാൻ മെയിനായിട്ട് വന്നത് ചിക്കൻ വാങ്ങാനാണ്. ഈ ചിക്കനും പിന്നെ ഇതുമാണ് എപ്പോഴും വാങ്ങാറ്. റേറ്റ് നോക്കാം. ഇതെടുത്തിട്ട് റേറ്റ് നോക്കാം എത്രയാണ്. ഇത് 1 kg ഇല്ല, പക്ഷെ നമുക്ക് നോക്കി നോക്കാം എത്ര റേറ്റ് ആണ്. 1 kg അടുത്ത്. സോ ഇവിടെ നമുക്ക് റേറ്റ് നോക്കണമെങ്കിൽ ഈ QR വെച്ചിട്ട് സ്കാൻ ചെയ്യാം. കണ്ടോ?
ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ റേറ്റ് എത്രയും നോക്കാം. $379. വെജിറ്റബിൾസ് എന്തൊക്കെയോ എടുക്കാനുണ്ട്, നമുക്ക് അതൊക്കെ എടുക്കാം. എല്ലാതും റൂമിലുണ്ട്, എന്നാലും എന്തൊക്കെയോ ഇല്ലാത്തതൊക്കെ എടുക്കാം. രണ്ട് ടൈപ്പ് വെളുത്തുള്ളി ഉണ്ട്, ഇതുണ്ട്. ഇതിനാണ് റേറ്റ് കുറവ്, അതാണ് നമുക്ക് ഇതെടുക്കാം. $228. ഒരു പീസ് ഇഞ്ചി എടുക്കാം. ഇഞ്ചി ഞാൻ പൊതുവേ ഒന്നിനും യൂസ് ചെയ്യാറില്ല, പക്ഷെ എന്നാലും എടുക്കാം. $109. $64. ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. وكل طعام إذا حاجة صار نوتين إذا بالميم لا بس هذا ക്യൂർ ചെയ്ത് നമുക്ക് എടുക്കാം. തേർഡ് ഇയറിൽ ഭയങ്കര പ്രാന്തായിരുന്നത്, കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ വേണ്ടില്ല. ഇതിനെത്ര? 200. സോ ഞാൻ മാഗ്നറ്റിൽ നിന്ന് ഇറങ്ങി. ഞാൻ മെയിനായിട്ട് ചിക്കൻ വാങ്ങാൻ വന്നതാണ്. കേക്ക് ഉണ്ടോയെന്ന് അറിയില്ല, മൈക്കില്ലാത്തതുകൊണ്ട്. നമുക്ക് ഇവിടുന്ന് ബസ് കയറിയിട്ട് അപ്പാർട്ട്മെൻ്റ് അവിടെ പോവാം. ഒരു 2-3 സാധനം കൂടി വാങ്ങാണ്ടത്. അവിടെ ഉണ്ടോ നോക്കാം. അവിടെ ഇല്ല. ഇനി ഗ്രമാഡിൽ കയറാം. ഗ്രമാഡിൽ നിന്ന് ഒരു സാധനം വാങ്ങാണ്ട്. സോ ഞാനങ്ങനെ മാഗ്നം പോയി. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ഗ്രമാഡിലും കയറി. ഗ്രമാഡ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ നേരെ ഫ്രണ്ടിലാണ് ഗ്രമാഡ് വരുന്നത്. ഞാൻ മെയിനായിട്ട് ഇന്ന് ഇറങ്ങിയത് ചിക്കൻ വാങ്ങാനാണ്. ചിക്കൻ ഉണ്ടായിരുന്നില്ല, ഞാൻ കുറേ ആയി വാങ്ങിയിട്ട് ചിക്കൻ. അപ്പോൾ ഇന്ന് ചിക്കൻ വാങ്ങാനാണ് ഇറങ്ങിയത്. ചിക്കൻ വാങ്ങാൻ ഇറങ്ങിയ കൂട്ടത്തിൽ ചെറിയ കുറച്ച് സാധനങ്ങളും വാങ്ങി. അപ്പോൾ എനിക്ക് മാഗ്നത്തിൽ നിന്ന് അതിന് മുന്നേ 1 INR എന്ന് പറയണത് ഇവിടെ 6 ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അപ്പോൾ ചിലവ് നല്ല കുറവായിരിക്കും. ഒരിക്കലല്ല, ചിലവ് നല്ല കൂടുതലാണ്. ഞാൻ ഇന്ന് വാങ്ങിയതിൻ്റെ ഒരു ഏകദേശം നിങ്ങൾക്ക് പറഞ്ഞു തരാം. INR എത്ര ആവും എന്ന് പറഞ്ഞുതരാം. എനിക്ക് മാഗ്നത്തിൽ നിന്നായത് 2818 ആണ്. പിന്നെ ഗ്രമാഡിൽ നിന്നായത് 1500 ആണ്. അപ്പോൾ ഗ്രമാഡ് എന്ന് പറയുമ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റാണ്. മാഗ്നം പറയുമ്പോൾ ഹൈപ്പർ മാർക്കറ്റാണ്. അതാണ് ഡിഫറൻസ്. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം ഗ്രമാഡാണ്. നമുക്ക് പെട്ടെന്ന് പോയി, ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് ഫ്രണ്ടിൽ തന്നെ പെട്ടെന്ന് പോയി വാങ്ങി വരാം. പക്ഷേ ചിക്കനൊക്കെ ഞാൻ വാങ്ങാറ് മാഗ്നത്തിൽ നിന്നാണ്. ഞാൻ കുറേയൊക്കെ വാങ്ങാണ്ടെങ്കിൽ മാഗ്നം പോയിട്ടാണ് വാങ്ങാറ്. ഇത് മാഗ്നത്തിൽ നിന്ന് 2818 ആണ് ആയത്. അതെന്ന് പറയുമ്പോൾ നാട്ടിൽ 460 INR ആയിട്ടുണ്ട്. മെയിനായിട്ട് 460 ആയത് ഞാൻ ചിക്കൻ വാങ്ങി. ചിക്കൻ തന്നെ 300 എങ്ങാനും ഉണ്ട്. പിന്നെ ഗ്രമാഡിൽ നിന്നായത്
1500 ടെങ്കയാണ്. അതെന്ന് പറയുമ്പോൾ 245 INR. അപ്പോൾ ടോട്ടൽ ഇന്ന് 705 INR ആണ് എനിക്കായത്. ഇത്രയും ആവൂലായിരുന്നു ചിക്കൻ ഇല്ലായിരുന്നെങ്കിൽ. ചിക്കനാണ് റേറ്റ് കുറച്ച് കൂടിയത്. പിന്നെ ഞാൻ കേട് വാങ്ങേണ്ടത്, ഞാൻ എപ്പോഴും വാങ്ങുന്ന ഒരു കേടുണ്ട്, അത് മാഗ്ന ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഗ്രമാഡിൽ വന്ന് നോക്കിയപ്പോൾ ഗ്രമാഡിലുണ്ട്. പിന്നെ ഞാൻ ഗ്രമാഡിലെത്തിയിട്ട് ബ്രെഡ് അത് ഇത് കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങി. അപ്പോൾ ടോട്ടൽ 705 INR ആണ്. ടെങ്ക എടുക്കുകയാണെങ്കിൽ 4300 സംതിങ് ടെങ്ക ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ചിലവ്. ഇന്ന് ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഇറങ്ങി വാങ്ങണതൊക്കെ. എനിക്ക് ആവശ്യമുള്ളത് പോയി ഗ്രമാഡിൽ ഇത്തിരി വാങ്ങി കൊണ്ടുവരും. അങ്ങനെയാണ്. ഇന്നും കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടില്ല, പക്ഷേ ചിലവ് നിങ്ങൾ ആലോചിക്കണം. ഒരു ഇറക്കത്തിൽ ഉണ്ടായ ചിലവാണിത്. ഒറ്റ ഇറക്കത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു 5000 ടെങ്കയിലും കയ്യിൽ വേണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പോകുമ്പോൾ. അതിനനുസരിച്ച് ചിലവുണ്ട്. ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചതും. മാഗ്നം പോയി അവിടുന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങി അതിൻ്റെ റേറ്റ് കാണിക്കുക, ഇത്ര ഇന്നത്തെ എൻ്റെ ചിലവ് ഇത്രയായതെന്നൊക്കെ പറഞ്ഞിട്ട്. ഇതന്നെയാണ് ഞാൻ ഉദ്ദേശിച്ച വീഡിയോ. ഉദ്ദേശിച്ച പോലെ ആയിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ വീഡിയോ ചെയ്യണം വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യ്, ലൈക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോ ആണ് വേണ്ടത്. ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്ത് തുടങ്ങി. ഒരു ഹാഫ് എത്തിയപ്പോഴേക്കും എനിക്ക് പനി പിടിച്ച്. പിന്നെ ഇപ്പം ഞാനത് അവിടെ ഇട്ട് പിന്നെ അതിൻ്റെ ബാക്കിലായി. പിന്നെ അതേപോലെ ഇതിനിടയ്ക്ക് ഒരുപാട് വീഡിയോസ് എടുത്ത്, പക്ഷെ ഒന്നും കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അതാണ് ഉണ്ടായത്. ഒന്നാമത് ക്ലാസ് ഉണ്ട്. ക്ലാസ്സിനിടയ്ക്ക് വീഡിയോ എടുക്കൽ നടക്കണില്ല. ക്ലാസ് കഴിഞ്ഞ് വന്നാൽ ഒന്നെങ്കിൽ രാവിലെ തൊട്ട് ഉച്ച തൊട്ട് വൈകിട്ട് വരെ, ഇങ്ങനെ ഈ ടൈമിലായിരിക്കും ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ എനിക്ക് രാവിലെ തൊട്ട് ഉച്ച വരെ ആണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വീഡിയോ ഒക്കെ എടുക്കാം. പക്ഷേ എനിക്ക് ഒന്നാമത് മടി പിടിച്ചു പോയി, നല്ല മടി പിടിച്ച്. പിന്നെ നാട്ടിൽ നിന്ന് വന്ന ടൈമിൽ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ വന്നിട്ട് നല്ല ഹോം സിക്നെസ് ഉണ്ടായിരുന്നു. അത് മാറാൻ കുറച്ച് ടൈം എടുത്ത്. അത് മാറി വന്നപ്പോഴേക്കും എനിക്ക് മടി പിടിച്ചു. പിന്നെ ക്ലാസ് അതൊക്കെ ആയിട്ട് ഇപ്പോൾ ഇന്ന് ക്ലാസ് ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ നാളെ സാറ്റർഡേ സൺഡേ, ഇന്ന് ഫ്രൈഡേ ആണ്. നാളെ ഇനി സാറ്റർഡേ സൺഡേ നാളെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാം. ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് എനിക്ക് എക്സാമാണ്. അപ്പം അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ വീഡിയോസൊന്നും ഇടാത്തത്. ചോദിക്കാറുണ്ട്, കുറേ പേരൊന്നും ചോദിക്കൂലെങ്കിലും കുറച്ച് പേര് ചോദിക്കാറുണ്ട്, എന്താ വീഡിയോസ് ഇടാത്ത, എന്താ വീഡിയോ ഒന്നും ഇപ്പോൾ ചെയ്യണില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. നാട്ടിൽ നിന്ന് ഞാൻ അത്യാവശ്യം വീഡിയോ ചെയ്തിരുന്നു. സോ ഇവിടെ തണുപ്പായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെ ഉച്ചക്കൊന്നും, നല്ല രാവിലെ ആണെങ്കിൽ തണുപ്പുണ്ടാവും. അല്ലാണ്ട് ഉച്ചക്ക് ഒരു വൈകിട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ തണുപ്പ് തുടങ്ങും. അപ്പോൾ ഇവിടെ ഒരു 25 ഡിഗ്രി തോന്നുന്നുണ്ട്. പക്ഷേ രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് 14 ആവും, 9 ആവും. അങ്ങനെ ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നല്ല നല്ല വീഡിയോസ് വരും. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നല്ല നല്ല വീഡിയോസ് ചെയ്യണം വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക എങ്ങനത്തെ ടൈപ്പ് ഓഫ് വീഡിയോസാണ് വേണ്ടതെന്ന്. ഞാൻ അതിനനുസരിച്ചിട്ട് വീഡിയോ ട്രൈ ചെയ്യാം. സോ ഇനി നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ